ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ കാസർഗോഡ് പോയിട്ട് വരുമ്പോൾ ബൈക്ക് നല്ല വലിയ വലിയ ചെമ്മീൻ കണ്ടിട്ടാകുമ്പോൾ കുറച്ച് മേങ്ങ അറിഞ്ഞിട്ട് പോയിട്ടാകുമ്പോൾ വലിയ വലിയ ചെമ്മീൻ കണ്ട് മക്കളെ വട്ടിയിൽ. പരുക്കെത്തിയിട്ട് നോക്കുമ്പോൾ അതിലൊരു 4-5 ചെമ്മീനുണ്ട് വലുത്, ബാക്കിയെല്ലാം ചെറുത്. പിന്നെ എന്താക്കുന്നത്, അതിനെ പാങ്ങല തൊല്ലിയിട്ട് കൈയിട്ട് എടുത്ത് ഞാൻ വെള്ളമെല്ലാം വാർത്തിട്ട് എടുത്തിട്ടായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീരെടുത്തിട്ട് അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് കുറച്ച് കറിച്ചപ്പല, പിന്നെ കുറച്ച് മല്ലിച്ചപ്പല ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കോൺഫ്ലോർ ഇട്ടെങ്കിൽ നല്ല കറുമുറാന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് ലാസ്റ്റ് ഞാൻ കൈയോടെ തന്നെ നല്ലോണം കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതാ മക്കളെ, ഇപ്പോൾ അരമണിക്കൂറായി. ഇനി നമുക്കിത് കാച്ചിട്ട് എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഫുള്ള് തീയിലിട്ടിട്ട് തന്നെ ചെമ്മീനിൽ ഇട്ട് കൊടുത്തിട്ടായിട്ടാകുമ്പോൾ 1 മിനിറ്റ് നമുക്ക് ആക്കണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തീ എന്താക്കണം, ഒരു മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം. 1 മിനിറ്റായി. ഇനി നമ്മൾ തീയെല്ലാം ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇതിനെ 2-3 വട്ടമായിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ കൂടുതൽ കാച്ചിയങ്ങനെ ഒരു 5 മിനിറ്റ്, അതിനേക്കാൾ കൂടുതലൊന്നും കാച്ചി ഇറണ്ട. ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പോലെ കുക്കായിട്ട് വരും. ഇപ്പം ഞാനെല്ലാം നല്ല പാങ്ങ് 2-3 വട്ടമായിട്ട് തിരിച്ചും മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ നമുക്ക് ഇതിലേക്ക് എന്തറിയോ വേണ്ടത്, മുളക് ചതച്ചത്, വറ്റൽ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ, എന്തോ ഒരു പാങ്ങ് തന്നെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നോക്ക്. കോൺഫ്ലോറിൽ ഇട്ടതുകൊണ്ട് തന്നെ നല്ല മൊരിഞ്ഞിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത്, ഒരു 3 വറ്റൽ മുളക് ചതച്ചത്. വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ 1 മിനിറ്റ്, അതിനായിട്ട് കൂടുതലൊന്നും വെച്ചണ്ട. മുളക് കരിഞ്ഞിട്ടും പോവും, നമ്മൾ മീൻ കാഞ്ഞിട്ട് കയറിപ്പോവും. മക്കളെ, ഇതെല്ലാം നല്ല പോലെ കാഞ്ഞിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഓയിലിൽ നിന്നും കോരിയിട്ട് എടുക്കണം. അടിപൊളി ടേസ്റ്റി ക്രഞ്ചി ചെമ്മീൻ ഫ്രൈ റെഡിയായിന് മക്കളെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ചെമ്മീൻ അടിയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ മേങ്ങിയിട്ട് ആക്കണം. ഇപ്പം നല്ല വിലയുണ്ട്, കിലോക്ക് 500 രൂപ ഉണ്ട്. ഇനി ഒരു 10-20 ദിവസം കഴിയുമ്പോൾ ചെമ്മീൻ ഇഷ്ടം പോലെ വരാൻ തുടങ്ങും. ഇനി നമുക്കിനി മസാലയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതേ എണ്ണക്ക് തന്നെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ട് ഞാൻ നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളീനെ എന്താക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ജസ്റ്റ് ഭയന്നാലൊന്നും പോരാ, ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആവണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വഴറ്റിയിട്ട് എടുക്കുക. അപ്പോൾ ഇട്ട ഉള്ളി ഉണ്ടല്ലോ ഒരു പാതിയായിട്ട് വരും. അപ്പോൾ അത്ര സമയം നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം. ഉള്ളിയെല്ലാം ഗോൾഡ് കളറായിട്ടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ 3 വലിയ ഉള്ളിക്ക് 2 തക്കാളി അത്രയും കൂടി ഇട്ടിട്ട് അതും നല്ലപോലെ വഴറ്റിയിട്ട് എടുത്ത്, ഈ തക്കാളിയെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം. പിന്നെ നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അത് 2 തക്കാളി ഉണ്ടെങ്കിൽ കണക്കാവും. പിന്നെ 2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂണ് പെപ്പർ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കാച്ചുമ്പോൾ ഇട്ടിന്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മതിയാവും. അതേപോലെ ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി ചെറിയ തീയിൽ മൂപ്പിച്ചിട്ട് എടുക്കണം. തക്കാളിയെല്ലാം നല്ല പോലെ കുഴഞ്ഞ രീതിയിൽ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇട്ട് കൊടുത്ത മസാലപ്പൊടിൻ്റെ പച്ചമണമെല്ലാം നല്ല പോലെ മാറിയിട്ട് മൂത്ത മണം വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വെള്ളമെല്ലാം കൂട്ടിയിട്ടായിട്ടാകുമ്പോൾ നല്ല പാല തിളച്ചിട്ട് വരും. ഇങ്ങനെ തിളച്ചിട്ട് വന്നിട്ടാകുമ്പോൾ എന്താക്കണം, ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള, നമുക്ക് കാച്ചിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ, കൂടുതൽ സമയം വേവിക്കണ്ട. കാച്ചിട്ടെടുത്ത ചെമ്മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ചെമ്മീൻ്റെ പിന്നെ വാസനയെല്ലാം ഈ മസാലയൊക്കെ കാണാം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടിയിട്ട് വെക്കുന്നത്. ഇപ്പം നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഞാനൊന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിച്ചപ്പലയും
കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിച്ചപ്പില ഞാൻ പൊതുവേ കൂടുതൽ ഇട്ട് കൊടുക്കും. നല്ല ഫ്രഷ് ആയിട്ട് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ കായ്ച്ചക്കെല്ലാം നല്ലത്. അപ്പോൾ അതുകൊണ്ട് എത്ര ഇട്ടെങ്കിലും കുഴക്കൊന്നുമില്ല. പറക്കി ചാടാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതാ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഈ ഒരു പരുവായെങ്കിൽ ഫ്ലെയിം ഓഫാക്കണം. ഇനി കുറേ സമയം ഇട്ടിട്ട് ഇങ്ങനെ പറ്റിക്കൊന്നും വേണ്ട. ഒരു നല്ലൊരു നനവുണ്ടെങ്കിൽ തന്നെ കൂട്ടാൻ പാങ്ങുള്ളത്. ഇപ്പോൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് സെർവ് ആക്കാം. അപ്പോൾ നമ്മൾ ഇടുന്ന മസാലയിലുള്ള അളവ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ കയ്യിലുള്ള സാധനം തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആടെ ഉണ്ടല്ലോ കുറച്ച് ലൈറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളെല്ലാ നല്ല അഭിപ്രായം മോശം അഭിപ്രായം എനിക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും സപ്പോർട്ടാക്കിയിട്ട് ഷെയർ ആക്കിയിട്ട് കൊടുക്കണം. ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് കയറിയിട്ട് വരണം കുറേ ടൈം എടുക്കും. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ടും സഹകരണവും വേണം. അപ്പോൾ നിങ്ങൾ എന്താക്കണം നോക്കിയപ്പോൾ തന്നെ അത് ഷെയർ ആക്കണം. നിങ്ങൾക്ക് കുറേ ചങ്ങായിമാരെല്ലാം ഉണ്ടാവുമല്ലോ, കുടുംബക്കാരുണ്ടാവും, എല്ലാവർക്കും ഷെയർ ആക്കണം. അപ്പോൾ മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടെങ്കിൽ ഇപ്പം തന്നെ ആക്കിയത്. വീണ്ടും കാണാം.